ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പതിവ് പോലെ രാവിലെ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചതിന് ശേഷമാണ് പിന്നെ മറ്റുള്ള പണിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ രാവിലെ സാവധാനം കേട്ടോ അടുക്കളയിലേക്ക് വന്നത്. അപ്പം ഇന്നത്തെ ദിവസം ഓട്ടടയായിരുന്നു. അപ്പോൾ ഓട്ടടക്കുള്ള മാവൊക്കെ അരച്ചിട്ട് തേങ്ങയും ഉപ്പൊക്കെ ഇട്ടിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചട്ടി ഇവിടെ ചൂടാകാനും വെച്ചിട്ടുണ്ട്. അതിന് ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ഓട്ടടയൊക്കെ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ബബിൾസ് വന്നതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ഓട്ടട ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ഞാൻ ഓട്ടടയൊക്കെ ചുടുന്നതിനിടയിൽ ഞാൻ ഋഷു മദ്രസ പോയിട്ടുണ്ടായിരുന്നു. ജുനക്കിന്ന് മദ്രസ ഉണ്ട്. അപ്പോൾ അവിടെ നീച്ചണം പോയി വെക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ അവിടെ നീച്ച് പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകിയിട്ട് ഇതവിടെ കളിക്കുകയാണ്. പിന്നെ എൻ്റെ കിച്ചൺ സെറ്റ് വീഡിയോ എടുക്കുമ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഞാൻ അവളെ സോപ്പിട്ട് മാറ്റി ചായയൊക്കെ കൊടുത്തിട്ട് മദ്രസയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഋഷു മദ്രസ വിട്ട് വന്നിട്ട് ചായ കുടിക്കുകയാണ്. ഓരോരുത്തർ ചായ കുടിച്ചിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനും ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ഫ്ലാസ്കിലേക്ക് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഫ്ലാസ്കിലേക്ക് മുക്കുകയാണ്. ഇവിടെ കാക്കി ഇടയ്ക്ക് ചായ വേണം. അപ്പോൾ ഞാനിങ്ങനെ ഫ്ലാസ്കിൽ തിളച്ച വെള്ളം ഒഴിച്ച് വെക്കാറാണ് പതിവ്. എന്നാൽ പിന്നെ വേഗം എടുത്ത് കൊടുത്താൽ മതിയല്ലോ ചായ. അപ്പം ഇന്ന് ഞാൻ വെള്ളരിയാണ് കറി വെക്കുന്നത്. അപ്പം വെള്ളരിയൊക്കെ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മോര് വെച്ചിട്ടാണ് വെക്കുന്നത്. പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് വേവുന്ന നേരം കൊണ്ട് വേഗം തേങ്ങയും കൂടി അരച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങയിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചെറിയ ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തൈരും പുളിക്ക് ആവശ്യത്തിനുള്ള തൈരും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വെള്ളരിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു വിസിൽ പോയതിന് ശേഷം ഞാനതൊന്ന് തേങ്ങയൊക്കെ ഒന്ന് അരിച്ച് പാരുകയാണ് ഇതിലേക്ക്. അപ്പോൾ തിളച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വറവിട്ടെടുക്കുകയാണ്. കടുകും കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് വറവിട്ടിട്ട് കറിയിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെക്കാം. ചീര അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. തലേന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കുകയാണ്. എന്നിട്ട് ചീരയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചീരയൊക്കെ അടുപ്പത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം. അപ്പോൾ ചീര അവിടെ ആകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തലച്ചോറാണ് കിട്ടിയിട്ടുണ്ട്. ഇത് ബീഫിൻ്റെ തലച്ചോറാണ്. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ഇതിൻ്റെ ഈ നരമ്പും ആരുമൊക്കെ ഒന്ന് എടുത്ത് ഒഴിവാക്കുകയാണ്. കൈ കൊണ്ട് തന്നെ ഇങ്ങനെ അടർത്തിയെടുത്താൽ തന്നെ വേഗം പോരും. അപ്പോൾ ഇതുപോലെ തന്നെ കൈ കൊണ്ട് തന്നെ എടുത്താൽ തന്നെ വേഗം പോരും. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അത് വലിഞ്ഞ് തന്നെ പോരും. നല്ല ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കി. വേറെ കറികളും ഉപ്പേരികളൊന്നും വേണ്ട. അപ്പോൾ തലച്ചോറൊക്കെ ഞാൻ ക്ലീനാക്കി ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നന്നായിട്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ആ നാരുകളും നരമ്പൊക്കെ പോന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വലുതായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് വേവുമ്പോൾ നമ്മൾ കോഴിമുട്ടൊക്കെ ഒഴിക്കുമ്പോൾ ചെറുതായിട്ട് തന്നെ ഒടിഞ്ഞ് കിട്ടും. അപ്പോൾ അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്.
പിന്നെ മുളകും പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1/4 ടീസ്പൂൺ തന്നെ മുളകും പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മെയിനായിട്ട് കുരുമുളക് പൊടിയിലാണ് നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കാറ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ജൂലിക്കുട്ടി ഇവിടെ മദ്രസയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ സ്വീറ്റ് കോൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഞാൻ ഒരു വലിയ പിടി ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1.5 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്നിഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട്. ജുന കൊണ്ടുവന്നിട്ടുള്ള സ്വീറ്റ് കോൺ ഒന്ന് വേവിച്ച് കൊടുക്കണം അവൾക്ക്. മുറിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കോണ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടു പോയതാണ്. കുറച്ച് വെള്ളവും ഉപ്പും ഇട്ടിട്ടാണത് വേവിച്ചെടുക്കുന്നത്. കുക്കറിലാണ്. അപ്പോൾ ഞാൻ തലച്ചോറ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തലച്ചോറ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല, അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. അപ്പം ഞാൻ അടുക്കടുക്ക് എടുത്തിട്ട് നിന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത് വെന്ത് ഇതിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 4 കോഴിമുട്ടയാണ് കുറച്ച് ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കലക്കിയതിന് ശേഷം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ഇത് തലച്ചോറ് വാങ്ങിയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ടിട്ട് നല്ല ടേസ്റ്റാണ്. പോത്തിൻ്റെ തലച്ചോറ് എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്നും കമൻറ്റ് ചെയ്യണേ. അത് നല്ല ടേസ്റ്റുള്ള നമ്മളെ പോത്തിൻ്റെ തലച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.